ഇന്ന് നമ്മുടെ കുഞ്ഞുമാളുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആട്ടോ. കുഞ്ഞുമാളു എൻ്റെ ഏട്ടൻ്റെ മോളാണ്. ഏട്ടൻ എന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. ഏട്ടന് 2 മക്കളാണ്. ഒന്ന് മോനും രണ്ടാമത്തെ മോളുമാണ്. മോൻ്റെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ഇതുപോലെ തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം നമ്മളെല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാളുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഏട്ടൻ്റെ വൈഫിൻ്റെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും എല്ലാവരും കൂടി ഒത്തുകൂടിയ ദിവസമായിരുന്നു അന്ന്. അടിച്ച് പൊളിച്ചു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പറയും. ഞായറാഴ്ചയായിരുന്നു പരിപാടി. അന്ന് രാവിലെ എനിക്കൊരു എൻഗേജ്മെൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ നാത്തൂനെ ഒരുക്കാനുണ്ടായി. നാത്തൂനെ എല്ലാം ഒരുക്കി സെറ്റ് ചെയ്ത് ആക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരുങ്ങാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പാറുവിനെ ഒരുക്കാനുണ്ടായിരുന്നു. അതിനൊന്നും നേരം കിട്ടിയില്ല കേട്ടോ. വേഗം എല്ലാം തല്ലിപ്പടിച്ച് ചടപടയെന്നെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ കേക്ക് മുറിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ സെറ്റിൽ നിന്ന് നമ്മുടെ എത്തി കേക്ക് മുറിക്കുന്ന സമയമായപ്പോൾ ഞാൻ എത്തി കേട്ടോ. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. കേക്ക് മുറിക്കാൻ നേരത്ത് ഞങ്ങൾ വിചാരിച്ച് കരയുന്ന, പക്ഷേ കരഞ്ഞൊന്നുമില്ല. അവൾക്ക് ഇതുപോലത്തെ മധുരം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആളും ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പാട്ട് കച്ചേരി അങ്ങോട്ട് തുടങ്ങി. നമ്മുടെ പൊന്നു ആട്ടോ, അത് എൻ്റെ അനിയത്തിയുടെ മോളാണ്. ആൾ നന്നായിട്ട് പാട്ട് പാടും, പിന്നെ ഡാൻസായി. എൻ്റെ നാത്തൂൻ്റെ ചേച്ചിയുടെ മോളൊക്കെ കൂടിയായിട്ട് ഡാൻസൊക്കെ തുടങ്ങിയത്. പിന്നെ നമ്മുടെ പാറു ഉണ്ടായിരുന്നു. പാറു പിന്നെ ഒരു ഡാൻസ് കളിച്ചതെങ്കിൽ അവൾക്ക് ടെൻഷനാണ്, പേടിയാന്നൊക്കെ പറഞ്ഞാൽ അവൾ മാറിപ്പോയി. ഇതെൻ്റെ അനിയത്തിയുടെ മൂത്ത മോളാട്ടോ. അതിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫുഡടി ബാക്കിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാവരും. അപ്പം കറി ഉണ്ടായിരുന്നു, പിന്നെ റൈസും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. വെജ് വേണ്ടവർക്ക് വെജ് ഉണ്ടായിരുന്നു, നോൺ വേണ്ടവർക്ക് നോൺ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടുന്നത് ഇങ്ങനെ ഫംഗ്ഷനല്ലേ. അല്ലാതെ നമ്മൾ കൂടുമെങ്കിലും ഇതുപോലെ ഇത്ര ആൾക്കാരായിട്ട് കൂടുന്നത് ചുരുക്കം തന്നെ. ഇതുപോലെ ഫംഗ്ഷനിൽ മാത്രമാണ് കേട്ടോ. പിന്നെ എല്ലാവരെയും കാണുന്നതും അങ്ങനെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ്. അവരോടൊക്കെ സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. നമുക്ക് സൺഡേ ആയിരുന്നു പരിപാടി. ഒരു വൈകുന്നേരം ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്ന് സമയം പോയി. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോരുത്തർ പോകാനൊക്കെ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുമാൾ ഒന്ന് ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ആൾ ഉഷാറായിട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ മാറി പുള്ളിക്കാരനെ പിടിച്ചിരുത്തി കളിപ്പിക്കലായിട്ടോ. ആൾ ഭയങ്കര കളിക്കാരിയൊക്കെയാണ്. പിന്നെ ആൾക്ക് തോന്നണം. ഇതൊക്കെയുള്ളൂ നമ്മുടെ ചാനൽ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.